ഹലോ, ഞാൻ ഇന്ന് വന്നപ്പോൾ തന്നെ എന്നെ വെയിറ്റ് ചെയ്ത് കുറേ പാത്രങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് 9:30 ഡ്യൂട്ടി വേണമെങ്കിൽ എനിക്കിത് കഴുകി വെച്ചിട്ട് പോകാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട, വൈകുന്നേരം വന്നിട്ട് കഴുകാം. നാളെ എനിക്ക് എന്തായാലും ഓഫാണല്ലോ, അപ്പോൾ പിന്നെ പയ്യൊക്കെ കിടന്നാൽ മതി, കഴുകി വെച്ച് പയ്യെ കുക്കൊക്കെ ചെയ്ത് പയ്യെ കിടന്നാൽ മതി. അങ്ങനെ പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന വഴിക്ക് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞാൻ പാത്രം കഴുകി വെച്ചു. അപ്പോൾ സൈഡിൽ കൂടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് വിശക്കണം, എനിക്ക് എന്തെങ്കിലും തിന്നാൻ തായോന്ന്. പിന്നെ എന്തായാലും ഞാൻ ആളെ ഒന്ന് സൈഡാക്കാൻ വേണ്ടി ഞാൻ ദോശയുടെ മാവ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശമാവും ഉച്ചയ്ക്കത്തെ കറി ഉണ്ടായിരുന്നു, സാമ്പാർ, അതും കൂടി അങ്ങ് കൊടുത്ത് ആളെ അങ്ങ് സെറ്റാക്കി ഞാൻ മീൻ ക്ലീൻ ചെയ്യാൻ പോയി. മീൻ ക്ലീൻ ചെയ്യാൻ പോയപ്പോഴാണ് ഞാനൊരു കാര്യം കാണുന്നത്. ആ കണവ വാങ്ങിച്ചല്ലോ, കണവയുടെ മഷി അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ എനിക്ക് ഇതറിയത്തില്ല, ഞാൻ ഇതിനു മുമ്പ് കണവ ക്ലീൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. ഇനി ഇത് എന്താ പറയുക, എടുക്കാൻ പറ്റുമോ, കൊതി കൊണ്ട് വാങ്ങിച്ചതാണ്, അപ്പോൾ ഇനി കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. മണി ഇപ്പോൾ 10 മണിയായി. ഞാൻ നേരെ തന്നെ അമ്മേനെ വിളിച്ചു. അമ്മ പറഞ്ഞു അതൊന്നൊരു പ്രശ്നമേ അല്ല, നീ ആ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കണവ വൃത്തിയാക്കാൻ വേണ്ടി കയറി. ആക്ച്വലി കണവ വൃത്തിയാക്കൽ വളരെ എളുപ്പമാണ്. ഞാൻ യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ കണവ വൃത്തിയാക്കാൻ കയറുന്നത്. അങ്ങനെ കണവ, പിന്നെ എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് കണവയുടെ തല വൃത്തിയാക്കി എടുക്കാനാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എന്താ പറയുക, തലേന്ന് തൊലിയൊക്കെ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കും, ആദ്യമായിട്ട് ചെയ്യണോണ്ടായിരിക്കും. അങ്ങനെ ഞാൻ എന്തായാലും കണവ ക്ലീൻ ചെയ്യാൻ വേണ്ടി കണവ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഇവിടെ ഞാൻ വന്നിട്ട് 6 മാസമായി. ഞാൻ ഇത്രയും നാൾ മീൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന അവർ പറയണ പൈസ കൊടുത്തിട്ടാണ് ഞാൻ മീൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത്രയും കാണാനൊക്കെ ആ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് 300 രൂപയാണ്. അങ്ങനെയാണ്, ഞാൻ നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ 300 രൂപയും കൊടുത്തിട്ട് ഞാൻ ഈ കണവ വാങ്ങിച്ചുകൊണ്ട് വന്നേനെ. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൊളീഗ് ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു അക്കയ്ക്ക് ഞാൻ ലാഭത്തിന് മീൻ വാങ്ങിച്ച് തരാമെന്നും പറഞ്ഞിട്ട് അവൾ എന്നെ കൊണ്ടുപോയതാണ്. അങ്ങനെ ഇതെല്ലാം എനിക്ക് പകുതി വിലയ്ക്കാണ് ശരിക്കും അവൾ എനിക്ക് വാങ്ങിച്ചു തന്നത്. പിന്നെ ഈ നെത്തോലി മീനും അവർ പറഞ്ഞ റേറ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 രൂപയാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ വേണ്ട എന്നും പറഞ്ഞ് തിരിച്ചു നടന്നപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങളൊരു വില പറ എന്ന് പറഞ്ഞ്, അങ്ങനെ ഓക്കെ 100 രൂപയ്ക്ക് തരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 100 രൂപ പറ്റത്തില്ല, 150 രൂപയ്ക്ക് തരാം. അപ്പോൾ പറഞ്ഞു ഓക്കെ 150 രൂപ. അപ്പോൾ 1 കിലോ നെത്തോലി മീൻ ഞാൻ വാങ്ങിച്ചത് 150 രൂപയ്ക്കാണ്. ആ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനത് 300 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നേനെ. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ മീൻ കഴിക്കണം എന്നുള്ളൊരു കൊതിയുണ്ട്. കുറേ നാളായി മീൻ കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ മീൻ കഴിക്കുക എന്നുള്ളൊരു ഇതിൽ തന്നെ ഞാൻ ആ പറയണ പൈസയും കൊടുത്ത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നേനെ. പക്ഷേ എന്തായാലും എനിക്ക് അവൾ നല്ല ഫ്രഷ് മീൻ, എന്താ പറയുക, ഇച്ചിരി പൈസ കുറച്ച് എനിക്കെല്ലാം വാങ്ങാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഞാനിതെല്ലാം കഴുകി വൃത്തിയാക്കി, ഉപ്പിട്ട് കഴുകി ഞാൻ വൃത്തിയാക്കി ഫൈനലി. അങ്ങനെ എൻ്റെ കയ്യിലുള്ള ഐസ്ക്രീം പെട്ടികളൊക്കെ ഞാൻ പറക്കിയെടുത്തു. ഞാനിതിപ്പോൾ ഇങ്ങനെ തന്നെ നേരെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റും. നാളെ രാവിലെ ഞാൻ എടുക്കത്തുള്ളൂ, നാളെ ഉച്ചക്കത്തേക്ക് ലഞ്ചിനെ ഞാൻ എടുക്കത്തുള്ളൂ. അങ്ങനെ ഇതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.